നവകേരളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാരുകളുടെ സാംസ്കാരിക നയത്തിന് അഭിവാദനങ്ങൾ. സംസ്ഥാനത്തെ കലാ, സാഹിത്യ, സാംസ്കാരിക പ്രവർത്തകർക്ക് കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിലൂടെ ലഭ്യമാകുന്ന വിവിധ ധനസഹായങ്ങൾ വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായിരിക്കുന്നു. നിലവിൽ ലഭ്യമാകുന്ന സൂപ്പർ അന്വേഷൻ പെൻഷൻ 4000 രൂപയാണ്. അത് 5000 ഉയർത്തിയിരിക്കുന്നു. 2016 1000 രൂപയായിരുന്ന പെൻഷൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 3 ഘട്ടങ്ങളിലായി ഉയർത്തി 4000 ആക്കുകയായിരുന്നു. പ്രസ്തുത തുകയാണ് നിലവിൽ 5000 ഉയർത്തിയിരിക്കുന്നത്. കുടുംബ പെൻഷനും അവശതാ പെൻഷനും 1600 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2016 750 രൂപയായിരുന്ന കുടുംബ പെൻഷൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 1100 രൂപയാക്കിയിരുന്നു. പ്രസ്തുത തുകയാണ് 1600 രൂപയായി വർദ്ധിപ്പിച്ചത്. വിവാഹ ധനസഹായം 25,000 രൂപയിൽ നിന്നും 50,000 രൂപയായാണ് ഉയർത്തിയിരിക്കുന്നത്. ആജീവനാന്ത ചികിത്സാ സഹായം 1.5 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മുൻപ് ഒരു തവണ മാത്രം നൽകി വന്നിരുന്ന ചികിത്സാ സഹായം ഓരോ 3 വർഷം കൂടുമ്പോഴും ലഭ്യമാക്കാൻ ഉത്തരവ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതോടെ മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് 2 ലക്ഷം രൂപ വരെ ആവർത്തന സഹായം ലഭ്യമാകും. 2016 പരമാവധി ചികിത്സാ സഹായം 75,000 രൂപയായിരുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പ്രസ്തുത തുക 1,50,000 രൂപയായി ഉയർത്തി. കലാ, സാഹിത്യ, സാംസ്കാരിക പ്രവർത്തകരുടെയും അർഹരായ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ പരിപാലനത്തിലും കിടപ്പുരോഗികളടക്കമുള്ളവരുടെ സാന്ത്വന പരിചരണ മേഖലകളിലും പിണറായി വിജയൻ സർക്കാർ നൽകുന്ന ഉയർന്ന പരിഗണനയുടെ നേരടയാളമാണ് ചികിത്സാ ധനസഹായത്തിന്റെ വർധനവും ആവർത്തന സഹായത്തിന്റെ ഉറപ്പാക്കലും. മരണാനന്തര ധനസഹായം 10,000 രൂപയിൽ നിന്നും 25,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റു സർക്കാർ പെൻഷനുകൾ ലഭിക്കാത്ത കലാകാരർക്ക് 60 വയസ്സിനു ശേഷവും ക്ഷേമനിധിയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒരവസരം കൂടി ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. യോഗ്യരായവർ 2026 ഏപ്രിൽ 1 മുതൽ 3 മാസത്തിനകം 10 വർഷത്തെ അംശാദായം ഒന്നിച്ചടച്ച് അംഗത്വത്തിനായി അപേക്ഷിക്കേണ്ടതുണ്ട്. കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ cw.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. 2021 മുതൽ 26 ഫെബ്രുവരി മാസം വരെ ക്ഷേമ പെൻഷൻ, ഇതര ആനുകൂല്യങ്ങൾ എന്നിവകൾക്കായി പിണറായി വിജയൻ സർക്കാർ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിലൂടെ അംഗങ്ങൾക്ക് 102,52,98,298 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായി സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത് ചില പ്രത്യേകമായ ചില പദ്ധതികളും പരിപാടികളും തുടർന്ന് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം കലാകാരന്മാരെ പൂർണ്ണമായും ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു പദ്ധതി നമ്മൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നിരാലംബരും നിസ്സഹായരുമായ ഒരുപാട് കലാകാരന്മാർ കേരളത്തിൽ പല അനാഥാലയങ്ങളിലും കഴിയുന്നു. അതിനുവേണ്ടി നമ്മളിപ്പോൾ 1 ഏക്കർ സ്ഥലം 5 ഏക്കർ സ്ഥലത്തിൽ 5 ഏക്കർ എടുത്തിട്ടുണ്ട്. 1 ഏക്കർ സ്ഥലം അതിനുവേണ്ടി മാറ്റി മാവേലിക്കര പ്രധാനപ്പെട്ട KP റോഡിലാണ് ആ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ വർഷം നമ്മൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ. അപ്പോൾ ഇത്തരം കലാകാരന്മാർ കലാപ്രവർത്തനം നടത്തിയ അവസാനം ആരുമില്ല എന്ന ഒരു ഭയം അവർക്ക് ആവശ്യമില്ല. കലാപ്രവർത്തനം പൂർണ്ണ അർത്ഥത്തിൽ നടത്താനുള്ള ഒരു പിന്തുണ, ഒരു ആത്മധൈര്യം ഗവൺമെന്റ് അവർക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടാണ് ഒരു സംരക്ഷണ കേന്ദ്രം നമുക്ക് കേരളത്തിൽ ആദ്യമേ ഉണ്ട്. അപ്പോൾ ആ നിലയിൽ കലാകാരന്മാരുടെ സംരക്ഷണം, കലാകാരന്മാരുടെ ക്ഷേമം മാത്രമല്ല, കലാപ്രവർത്തനം നടത്തുന്ന ഘട്ടത്തിൽ കലാപ്രവർത്തനം നടത്തുമ്പോൾ ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങളും ഉറപ്പുവരുത്താൻ കഴിയും. ചില കാര്യങ്ങൾ അത് സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ആലോചിച്ചു. ഈ മഴക്കാലം കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും ഏതെല്ലാം തരത്തിൽ കലാകാരന്മാർക്ക്
അവരുടെ കലാപ്രവർത്തി നടത്തി സാമ്പത്തിക വരുമാനം എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ അതിനെ സംബന്ധിച്ചുള്ള ചില പ്രപ്പോസലുകൾ ഇപ്പോൾ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ വർഷം ആരംഭിക്കുകയാണ് നടപ്പാക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് കലാകാരനും അവരുടെ കലാപ്രവർത്തനം കലാകാര ക്ഷേമനിധിയിൽ ഓൺലൈനായി അംഗമാകാൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ക്ഷേമനിധിയിൽ 18 വയസ്സ് പൂർത്തിയായിട്ടുള്ളവരും എന്നാൽ 60 വയസ്സ് പൂർത്തിയായിട്ടില്ലാത്തവരുമായ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ ഉള്ളവർക്ക് നിശ്ചിത ഫോറത്തിൽ ആവശ്യമായ രേഖകളും ഫീസും സഹിതം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകൾ പരിശോധിച്ച് അപേക്ഷകർക്ക് ക്ഷേമനിധി അംഗീകാരം നൽകിയ അക്കാദമികളോ സ്ഥാപനങ്ങളോ സംഘടനകളിൽ നിന്നോ അംഗീകാരം കിട്ടുന്ന മുറയ്ക്കാണ് അംഗത്വം ലഭ്യമാകുക. അംഗത്വത്തിന് ശുപാർശ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അംഗത്വം ലഭ്യമായ സിനിമ, സീരിയൽ മേഖലയിൽ നിന്നുള്ള കലാകാരർ പ്രതിമാസം അംശാദായമായി 200 രൂപയും ഇതര മേഖലകളെ പ്രതിനിധീകരിക്കുന്നവർ 50 രൂപയും അംഗങ്ങൾക്ക് 60 വയസ്സ് തികയുന്നതുവരെ അക്ഷയ കേന്ദ്രം, ജനസേവന കേന്ദ്രം എന്നിവ വഴി ക്ഷേമനിധിയിലെ അക്കൗണ്ടിലേക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയി ഓഫീസിലേക്കും 9037044087 എന്ന നമ്പറിലേക്ക് അംഗത്വ നമ്പറിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഗൂഗിൾ പേ വഴിയും ഓൺലൈനായും അംശാദായം അടയ്ക്കാവുന്നതാണ്. ഗൂഗിൾ പേ വഴി അംശാദായം അടയ്ക്കുന്നവർ ഈ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് മുഖേന രജിസ്റ്റർ നമ്പർ, പേര് എന്നിവ ഉൾപ്പെടെ വിശദാംശങ്ങൾ അയക്കേണ്ടതുണ്ട്. ചൂഷണരഹിതമായ വ്യവസ്ഥയ്ക്കും സാമൂഹിക പുരോഗതിക്കും വേണ്ടി ഉപാധിരഹിതം ആത്മാർത്ഥമായി സ്വജീവിതം മാറ്റിവെക്കുന്നവരാണ് കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ. അവരുടെ ജീവിത നിലവാരം ഉയർത്തി ആത്മാഭിമാനത്തോടെ സർഗാത്മക ഇടപെടലുകൾ തുടരുന്നതിനും നിലനിൽക്കുന്നതിനും സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്ന സമാനതകളില്ലാത്ത ക്ഷേമ പദ്ധതിയാണ് പിണറായി വിജയൻ സർക്കാർ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിലൂടെ നടപ്പിലാക്കുന്നത്. അതിന് തുടർച്ചകൾ ഉണ്ടാകണമെന്ന് സാംസ്കാരിക ലോകം ആഗ്രഹിക്കുന്നു. നാട് അതിനെ നവകേരളമെന്ന് വിളിക്കുന്നു. ഇടതുപക്ഷം ഹൃദയപക്ഷമാകട്ടെ.